ലോകത്തിനു മുന്നിൽ കൂടുതൽ കരുത്ത് തെളിയിക്കുകയാണ് ഭാരതം ഈ ഒരു ഘട്ടത്തിൽ. ഭീകരർക്ക് സൈന്യം ശക്തമായ മറുപടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിക്കുന്നു. ഭീകരർ എവിടെ ഒളിച്ചാലും ഭാരതം പിന്തുടർന്ന് വേട്ടയാടും. പാകിസ്ഥാനിലേക്ക് കടന്നാക്രമണം നടത്തിയ സൈന്യത്തിന് കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്നു പ്രതിരോധ മന്ത്രി. പ്രദീപ് പിള്ള ഒരു ഘട്ടത്തിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതിഭ, ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. ബ്രഹ്മോസ് മിസൈലുകളിൽ നിലംപരിശായി വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ട് എന്നും ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. തകർന്നത് 4 വ്യോമതാവളങ്ങളാണ്. റാവൽപിണ്ടിയിലടക്കം ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഭാരതം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഭീകരതയെ അതിർത്തി കടക്കാൻ ഭാരതം അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് കടക്കുന്നു. അതിർത്തിക്ക് പുറത്തു നിന്നായാലും പ്രകോപനമുയർത്തുന്ന ഓരോ വിരലും ഭാരതം അരിഞ്ഞു വീഴ്ത്തുമെന്നുള്ള നിലപാടിലേക്ക് കടക്കുകയാണ്. ദേവിക, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. നിരവധി എയർ ബേസുകൾ തകർന്നു. അങ്ങനെ പാകിസ്ഥാനെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും ഉള്ള ഒരു ശേഷിയാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും ന്യൂട്രലൈസ് ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത്. ജേക്കബാദാബാദ് എന്ന എയർബേസ്, സിന്ധ് ബലൂചിസ്ഥാനിലുള്ള എയർബേസ്, ഇത് വളരെ പെട്ടെന്ന് സൈനികരെ നീക്കാനും ഡിപ്ലോയ് ചെയ്യാനും അമേരിക്കൻ സൈന്യം പോലും ഉപയോഗിച്ചിരുന്ന ബേസ് ആണിത്. ഇത് പാകിസ്ഥാൻ ഉള്ളിലെ തന്നെ അവരുടെ സപ്ലൈ ചെയിൻ മുറിച്ചു കളഞ്ഞു. സൈനിക നീക്കം, അമ്മ്യൂണിഷന്റെ നീക്കം ഒക്കെ തകർത്തു. മാത്രമല്ല, പടിഞ്ഞാറൻ മേഖലയിലുള്ള പാകിസ്ഥാന്റെ നിരീക്ഷണത്തിനുള്ള കപ്പാസിറ്റി, നിരീക്ഷണത്തിനുള്ള കഴിവ് തകർത്തു കളഞ്ഞു. ആ ഒരു അർത്ഥത്തിൽ അവിടം ഒറ്റപ്പെട്ട അവസ്ഥയിലായി. അതുപോലെ കറാച്ചിക്കടുത്തുള്ള ഭോലാരി എയർബേസ് ആക്രമിച്ചു. ഏറ്റവും പുതിയ എയർബേസുകൾ ആണ് ഒന്ന്. ഇത് ഈ ഭാവിയിൽ തെക്കോട്ടുള്ള പാകിസ്ഥാന്റെ വലിയ വലിയ മോഹങ്ങളുടെ ഒരു ബേസ് ആയിരുന്നു ഈ പുതിയ എയർബേസ്. മറ്റൊന്ന് സ്കർദുവിലെ എയർബേസ്, ജിൽജിത് ബാൾട്ടിസ്ഥാനിലെ സ്കർദു എയർബേസ്. ഇത് LOCക്ക് അടുത്തുള്ള പാകിസ്ഥാന്റെ നിരീക്ഷണവും വ്യോമ ഓപ്പറേഷൻസിന്റെയും അടിത്തറ തകർത്തു എന്ന് മാത്രമല്ല, ചൈനയുമായി ഏകോപനം നടത്തി, ചൈനയുമായി കൂട്ടുചേർന്ന് ഹിമാലയത്തിന്റെ ഉന്നത നിലകളിൽ നിന്ന്, ഹിമാലയത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാം എന്നുള്ള മോഹങ്ങൾ കൂടിയാണ് തല്ലിക്കെടുത്തത്. പാകിസ്ഥാൻ തുറന്നു തന്ന ആ ഇടനാഴിയിലൂടെ ഭാരതം ചെയ്തത് ആക്രമിക്കാനും തിരിച്ചടിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള മേൽക്കൈ ഉണ്ടെങ്കിൽ അത് തകർത്ത് കളയാനുമാണ് ഭാരതം ഈ അവസരം ഉപയോഗിച്ചത്. അവിടെ താണ്ഡവമാടിയത് ബ്രഹ്മോസ് മിസൈലുകൾ തന്നെയാണ്. ബ്രഹ്മോസ് മിസൈൽ ചെന്ന് പതിച്ചത് പാകിസ്ഥാന്റെ സൈനിക പ്രത്യാക്രമണ പ്രതിരോധ ശേഷിയുടെ കടയ്ക്കൽ തന്നെയാണ്. അത് അപ്പാടെ തകർത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ 6:30 നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം വളരെ നിർണായകമാണ്. അവിടെ എന്തു പറയും എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. രാജ്യരക്ഷാ മന്ത്രിയും ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഭാരതം 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തമായി ഭാരതത്തിന്റെ അതിർത്തി കാക്കും, ഭാരതീയരെ സംരക്ഷിക്കും. ഒരു തരത്തിലുള്ള ഇടപെടലും, ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും, ഒരു തരത്തിലുള്ള നുഴഞ്ഞുകയറ്റവും അനുവദിക്കില്ല എന്ന് മാത്രമല്ല, 1ന് 10ആയും 10ന് 100ആയും തിരിച്ചടിക്കണം എന്ന് തന്നെയാണ് ഭരണ നേതൃത്വം സൈന്യത്തിന്, വിവിധ സേനാ വിഭാഗങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശങ്ങൾ വളരെയധികം നിർണായകമായി എന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ പ്രദീപ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയ നിർദ്ദേശം ഇത് തന്നെയാണ്. അടിച്ചാൽ ഇരട്ടിക്കിരട്ടിയായി തിരിച്ചടിക്കണമെന്ന് പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകി. മാത്രവുമല്ല, പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത മുറിവായിരിക്കണം പാകിസ്ഥാന് ലഭിക്കേണ്ടത്, ആഴത്തിലുള്ളതായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതെ, ഹിറ്റ് ദം ഡീപ്പ് ആൻഡ് ഹാർഡ് എന്നാണ് സന്ദേശം. അങ്ങ് ആഴത്തിൽ മുറിവേൽപ്പിച്ചേക്കുക, നല്ല കനത്തിൽ കൊടുക്കുക. ഒരു ബുള്ളറ്റ് വന്നാൽ തിരിച്ച് തീമഴ പെയ്യിക്കുക. ഗോല എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഒരു ബുള്ളറ്റ് ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് തീമഴ വർഷിക്കുക എന്ന സന്ദേശവും എന്ന നിർദ്ദേശവും തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നതും. ഈ സന്ദേശം തന്നെയാണ്
പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നതും പാകിസ്ഥാന്റെ ആത്മവിശ്വാസം കെടുത്തുന്നതും കേവലം വാക്കുകൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾക്കപ്പുറം പാകിസ്ഥാന്റെ എല്ലാ വിധത്തിലുമുള്ള സൈനിക ശേഷി അതിനെ തകർക്കുന്നത്, പ്രത്യേകിച്ച് വ്യോമ മേഖലയിൽ എയർഫോഴ്സിന്റെ എല്ലാ തരത്തിലുമുള്ള ആക്രമണ പ്രത്യാക്രമണ പ്രതിരോധ ശേഷി തകർക്കുന്ന ആക്രമണം ആണ് ഭാരതം അഴിച്ചുവിട്ടത്. ബ്രഹ്മോസ് മിസൈൽ ചുട്ടരിച്ചത് പാകിസ്ഥാന്റെ ആക്രമണശേഷി മാത്രമല്ല, ആത്മവിശ്വാസം കൂടിയാണ്. അതിന്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ, അതിന്റെ ഒരു അപകർഷതാബോധം, അതിന്റെ ഒരു പ്രതിഫലനം, ഇതൊക്കെയാണ് എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് എന്ന വ്യോമസേനയുടെ പബ്ലിക് റിലേഷൻസിന്റെ ഡയറക്ടർ ജനറലിന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പുൽവാമയിൽ പാകിസ്ഥാൻ ഭാരതത്തിന് കാണിച്ചു തന്ന അവരുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് ആണ്, തന്ത്രപരമായ മിടുക്കാണ് എന്ന് പറയേണ്ടി വന്നൊരു അവസ്ഥ പാകിസ്ഥാന്റെ ഇന്നത്തെ മാനസികാവസ്ഥയും പാകിസ്ഥാന്റെ ആത്മവിശ്വാസവും പാകിസ്ഥാന്റെ ഒരു ഗതികെട്ട ഒരു അവസ്ഥയും വെളിവാക്കുന്നതാണ് ദേവിക.